ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബം. അച്ഛനും അമ്മയും 5 വയസ്സായ ഒരു മകനുമാണ് അവിടെ ഉള്ളത്. ഒരു നാൾ 5 വയസ്സായ ഇവിടുത്തെ കുഞ്ഞിന് പനി വന്നു. ചികിത്സകളൊന്നും ഫലിച്ചില്ല. 8-ാം ദിവസം കുഞ്ഞു മരിച്ചു. അച്ഛനും അമ്മയും അതീവ ദുഃഖത്തിലായി. എന്നാൽ അധികം താമസിയാതെ അച്ഛൻ സാധാരണ അവസ്ഥയിലായി. അമ്മയാകട്ടെ ശോകമൂഖമായി ദിനരാത്രങ്ങൾ കഴിച്ചു പോന്നു. അച്ഛൻ സന്തോഷത്തോടെ ജോലികൾ ചെയ്ത് സമാധാനമായി മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് അരിശം വരും. ഒരു നാൾ അച്ഛൻ തൻ്റെ സുഹൃത്തിനോട് ചിരിച്ചു സംസാരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ കോപം ജ്വലിച്ചു. മകൻ മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ സന്തോഷിക്കാനാകുന്നത്? നിങ്ങളുടെ മനസ്സ് കരിങ്കല്ലാണോ എന്നവൾ അച്ഛനോട് കയർത്തു. സൗമ്യമായി അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അതിൽ 4 മക്കളുണ്ടായി. കുട്ടികൾക്ക് എന്നെ ജീവനായിരുന്നു. ഞങ്ങൾ കളിച്ചുല്ലസിച്ചു ജീവിച്ചു. അതിനിടയിൽ സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഉണർന്നു. പിന്നെ മക്കളുമില്ല, ഭാര്യയുമില്ല. ഞാൻ തനിച്ചായി. എൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്ക്. എത്ര വലുതാണ് എൻ്റെ ദുഃഖം. ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നീ അടുത്തുണ്ടല്ലോ എന്നതാണ് എൻ്റെ സന്തോഷം. അതുപോലെ ഞാൻ അടുത്തുണ്ടല്ലോ എന്നോർത്ത് നിനക്ക് സമാധാനമായി സന്തോഷത്തോടെ ഇരുന്നുകൂടെ? ഭർത്താവിൻ്റെ ആ ചോദ്യം കേട്ടതോടെ ഭാര്യ നിശബ്ദയായി. അവൾ കണ്ണുനീർ തുടച്ചു. സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സുഹൃത്തെ, നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നേട്ടങ്ങൾ, ബന്ധങ്ങൾ, സാധ്യതകൾ എല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നഷ്ടപ്പെട്ടതിലേക്ക് നോക്കാതെ ഉള്ളവയിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക.